അവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിൽ പാരമ്പര്യമായി വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആചരിക്കപ്പെടുന്ന ഒരാചാരമാണ്. അടുത്ത ഗ്രാമത്തിലോ അതിനപ്പുറത്തെ ഗ്രാമത്തിലോ ഉള്ള മണവാളൻ ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടതിന് വരുന്ന ആ രാത്രിയാണ് വരുന്നത്. ഏത് രാത്രിയിലാണ്, രാത്രിയുടെ ഏത് യാമത്തിലാണ് ഈ മണവാളൻ വരുന്നത് എന്ന് ആർക്കും അറിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഇത് യേശുക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട പ്രതീകാത്മകമായ ഒരു ആവിഷ്കാരമാണ്. മാത്രമല്ല, ആ വാക്യങ്ങളുടെ ഒടുവിൽ നമ്മൾ വായിച്ചു, അതിൻ്റെ ഒടുവിൽ അത് കൃത്യമായി കർത്താവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. കർത്താവെ ഞങ്ങൾക്കും തുറക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ചിലർ നഷ്ടപ്പെടാൻ പോകുന്നു കർത്താവിൻ്റെ വരവിൽ എന്നാണ്. ചിലർക്ക് വാതിലുകൾ കൊട്ടിയടക്കപ്പെടാൻ പോകുന്നു കർത്താവിൻ്റെ വരവിൽ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഒടുവിലേക്ക് അത് വരുമ്പോൾ കർത്താവ്, യേശു കർത്താവ് എന്ന ആത്മമണവാളനെ കുറിച്ചാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അല്ലാതെ യഹൂദൻ്റെ പഴയ കല്യാണ കഥകളുടെ കൊട്ടിക്കലാശമല്ല നമ്മളവിടെ കാണുന്നത്. ആ പോയിന്റിൽ തന്നെ ഞാൻ നിൽക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അപ്പോൾ രാത്രി, അർദ്ധരാത്രി എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. ആ വാക്ക് നമുക്ക് വ്യക്തമായി വിചിന്തനം ചെയ്യേണ്ടുന്ന വാക്കാണ്. പാത്രങ്ങളിൽ എണ്ണ ചിലർ എടുത്തു എന്ന് പറഞ്ഞാൽ, എക്സ്ട്രാ കണ്ടെയ്നറുകളിൽ എന്ന് പറഞ്ഞാൽ, അർദ്ധരാത്രിയുടെ ഏറ്റവും കനത്ത ഇരുട്ടിൽ പ്രകാശിപ്പിക്കപ്പെടുവാനുള്ള എണ്ണയുടെ അളവ് അത്രയും പലർക്കും സ്റ്റോക്കില്ലായിരുന്നത് കൊണ്ടാണ് ഏറ്റവും കനത്ത ഇരുട്ടിൽ അവർക്ക് വെളിച്ചം കാണാൻ കഴിയാതെ പോയത്. ഏറ്റവും കനത്ത ഇരുട്ടിൽ അവർക്ക് വെളിച്ചം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് അതിൻ്റെ പരിണിതഫലം മാരകമായിരുന്നു. അവർ അതിദാരുണമായി തള്ളപ്പെട്ടു. 2 ഇഞ്ച് മാത്രം കനമുള്ള ഒരു കതക് അടയ്ക്കപ്പെട്ടപ്പോൾ, ആ അടയ്ക്കപ്പെട്ട കതകിന് ഇപ്പുറത്തുള്ള മുറിയിൽ ഒരു കൂട്ടർ അവരുടെ നിത്യമായ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ ആരംഭിക്കുമ്പോൾ, ആ 2 ഇഞ്ച് കനമുള്ള കതകിൻ്റെ ഇപ്പുറത്ത് ഒരു കൂട്ടർ അവരുടെ നിത്യമായ ഇരുട്ടിൻ്റെ ദുരന്തത്തിലേക്ക്, കരച്ചിലിലേക്കും പല്ലുകടിയിലേക്കും കടന്നു പോകുന്ന ദൃശ്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ടെയ്നറിൽ എണ്ണയില്ലായിരുന്നു എന്നതാ കാര്യം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പാത്രങ്ങളിൽ എണ്ണയില്ലായിരുന്നു എന്നതാ കാര്യം. ഈ കഥയല്ല, ഇതൊരു ഉപമയാണ്, ഒരു അലീഗറിക്കൽ പ്രസൻറ്റേഷനാണ്. ഒരു അലീഗറിക്കൽ പ്രസൻറ്റേഷൻ പാരമ്പര്യ ഉദാഹരണങ്ങളിൽ നിന്ന് എടുക്കുമ്പം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വ്യാഖ്യാനിച്ചു കൊള്ളണമെന്നില്ല. അതിന് മുഖ്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളെ എടുക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ കണ്ടെയ്നർ, പാത്രങ്ങളിൽ എണ്ണ കരുതുക, കനത്ത അന്ധകാരം, അർദ്ധരാത്രി ആയപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. പിന്നെ എല്ലാവർക്കും നമ്മൾ പൊതുവെ ഇപ്പം വേദപുസ്തകമൊക്കെ മുദ്ര വെച്ചിരിക്കുകയാണല്ലോ എന്നേ, കുറേ കാലമായിട്ട് വീട്ടിലിരുന്ന് പോലും പലരും വായിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് ആ വേദഭാഗം മൊത്തത്തിൽ നമ്മൾ വായിപ്പിച്ചത്. പിന്നെ പണ്ട് വായിച്ചവർക്ക് ഓർമ്മ കാണും, പണ്ടത്തെ ഒരു വിഷയമായത് വേഷന്മാരൊക്കെ പ്രസംഗിച്ചിരുന്ന. അപ്പോൾ ഓർമ്മയിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വേദഭാഗത്തിലേക്ക് ഞാൻ വന്നത്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വായിച്ചത്. ഇന്ന് രാത്രി നമ്മൾ മുഖ്യമായി ചിന്തിക്കുന്നത് ഇരുട്ട് എന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം കരുതിയ എണ്ണ കൊണ്ട് മാത്രം പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ഇരുട്ട് എന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിലൂടെ മാത്രമുള്ള ഒരു അതിജീവനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താണ് ഇരുട്ട്? എണ്ണയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഇരുട്ട്? ഇരുട്ടെന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത്. വെളിച്ചമൊന്നും കാണാനില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ആ ഇരുട്ട് വർദ്ധിച്ച് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളിലേക്ക് കത്തിക്കാനുള്ള എണ്ണ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇരുട്ടിന് കട്ടി കൂടിക്കൂടി വന്നപ്പോൾ, സ്തോത്രം, ഇരുട്ടിന് കട്ടി കൂടിക്കൂടി വന്നപ്പോൾ ചിലരുടെ വിളക്ക് കെട്ടുപോയി. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രമായിരുന്നു ഇരുട്ടുണ്ടായിരുന്നതെങ്കിൽ എല്ലാവരും അക്കരെ കടന്നേനെ. എല്ലാവരും നിത്യമായ ആനന്ദത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചേനെ. പക്ഷേ ഇരുട്ടിന് കട്ടി കൂടി വന്ന് ഒടുവിൽ പ്രത്യേകം എണ്ണ കരുതിയവർക്ക് മാത്രം, പാത്രങ്ങളിൽ എണ്ണ കരുതുക എന്ന പ്രയോഗം, അവിടെ പാത്രത്തിന് പ്രത്യേകതയൊന്നുമില്ല. ഒരു സ്തോത്രം, ഒരു പ്രത്യേക കരുതൽ സൂക്ഷിച്ചവർക്ക് മാത്രം ആണ് ഈ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുവാൻ, അർദ്ധരാത്രിയുടെ ഏറ്റവും വലിയ കുറ്റാക്കുട്ടിരുട്ടിനെ പ്രകാശിതമാക്കുവാൻ, ആ ഇരുട്ടിൽ തൻ്റെ വഴി വ്യക്തമായി കാണേണ്ടതിന് വേണ്ടി
എന്തൊക്കെയോ ചിലത് കരുതി വച്ചവർ മാത്രം. അങ്ങനെയാണ് ആ പാത്രം എന്നതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അവര് പിന്നെ നമ്മൾ കാണുന്നു, ഈ പാത്രങ്ങളിൽ എണ്ണ കരുതിയവര് അവരുടെ വിളക്ക് തുടർമാനമായി കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പം പാത്രങ്ങളിൽ എണ്ണ കരുതാത്തവരെന്ത് ചെയ്തു? അവർ പോയി ഇവരോട് ചോദിച്ചു, ഞങ്ങൾക്കും കൂടെ കുറച്ച് തരണം. ഇവിടെ ഒന്നും കൊടുക്കാനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ ഒരു ദാനവും സാധ്യമല്ലാത്തൊരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദാനം ചെയ്യുന്നതിന് വേണ്ടി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലാത്തവനെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ദാനവുമില്ല. അവനവൻ കരുതണം. മാത്രമല്ല, ഈ ഞങ്ങൾ തരത്തില്ല എന്നവർ പറയാനൊരു കാരണമുണ്ട്. നിന്നെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തരൂല എന്നല്ല. നീ കഴിഞ്ഞ ആഴ്ച മേടിച്ച 100 രൂപ ഇതുവരെ തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തരൂല എന്നല്ല. തരാൻ എനിക്ക് മനസ്സുണ്ട്, പക്ഷെ ഞാൻ തന്നാൽ ഞാനും നീയും കുടുങ്ങും എന്ന് പറഞ്ഞാൽ, ഞാൻ കരുതിയിരിക്കുന്ന എൻ്റെ കരുതൽ ശേഖരം അത് എനിക്ക് മാത്രമേ തികയത്തുള്ളൂ, അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ട് അങ്ങനെ വാങ്ങാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി, അപ്പൊ ഇത് വിലയ്ക്ക് വാങ്ങേണ്ട എന്തോ കാര്യങ്ങളാണ്. നമുക്കാണെങ്കിൽ വിലയ്ക്ക് വാങ്ങി വലിയ ശീലവും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ സ്വോത്രരാജപാത്രത്തിൽ 10 രൂപ ഇടുന്നേ. കാര്യമായതും ഘനമായതും ഒന്നും വിലക്ക് മേടിക്കുന്ന പരിപാടി നമ്മളില്ല. അത് വേണേൽ നിങ്ങൾ നടത്തി വെച്ച് വെക്കോ, പൊതുവിലുള്ള നയവാത്. എന്നാൽ കഴമ്പൊന്നുമില്ലാത്ത, കഷ്ണമില്ലാത്ത സാമ്പാർ വിളമ്പുന്ന പരിപാടിയാണെങ്കിൽ നമ്മൾ പൈസ മുടക്കും. ഇത് കുറെ കാലമായിട്ടുള്ളൊരു നടപടിയാണ്. ആ നടപടിക്കൊക്കെ ഈ മീറ്റിംഗ് മാറ്റം വരണം. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോൾ അവിടെ ഒരുത്തം വഴിക്ക് വെച്ച് വെറുതെ കൊടുക്കുന്നുണ്ട്, പോയി മേടിച്ചോന്നല്ല, ഇത് വിലയ്ക്ക് വാങ്ങേണ്ട എണ്ണയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്തെങ്കിലും ആകട്ടെ, ഇത് വിലയ്ക്ക് വാങ്ങേണ്ട എണ്ണയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രത്യേകം അവരവർക്ക് വേണ്ടി കരുതപ്പെടേണ്ട ഒരു എണ്ണയുടെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കനത്ത അന്ധകാരം സാധാരണ നിലയിലുള്ള കരുതലുകൾ കൊണ്ട്, സാധാരണ നിലയിലുള്ള വചന അവബോധങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാനാകാത്ത കനത്ത അന്ധകാരം വെളിപ്പെട്ട് നിൽക്കുകയാണ്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതികളെയും മൂടുന്നു. അപ്പൊ ആ ഇരുട്ടെന്ന് പറയുന്നത് സന്ധ്യയാകുമ്പോൾ തുടങ്ങുന്ന ഇരുട്ടല്ല. പിന്നെ എന്ത് ഇരുട്ടാണ്? ആ ഇരുട്ട് ആത്മീകമാണ്. ആത്മീകമായ ഇരുട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാനാവാത്ത അവസ്ഥ. കർത്താവ് വരുമോ ഇല്ലയോ, ഒരു ദൈവമുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. നിങ്ങൾ ഈ കഴിഞ്ഞ ചില വർഷങ്ങളിലെ കണക്കുകൾ, പത്രത്തിൽ വായിച്ച ആത്മഹത്യാ കണക്കുകൾ ഒന്ന് മനസ്സിലോർത്ത് നോക്കിക്കേ. എത്രയോ കുടുംബങ്ങളാണ് ഒരുമിച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എത്രയോ കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും 4 മക്കളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അപ്പനും അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്യുന്നു. മക്കളെ കൊന്നിട്ട് അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരം എത്രയോ വാർത്തകൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ആവർത്തിച്ച് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഇല്ലേ? അങ്ങനെ വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അതേസമയം ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പിലത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഇത്തരം കുടുംബമായിട്ടുള്ള ആത്മഹത്യകൾ വളരെ കുറവാണ്. വാസ്തവത്തിൽ ഇത്തരം മിക്കവാറും ആത്മഹത്യകളിലെ പ്രശ്നം എന്താണ്? കടം കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ആത്മഹത്യ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടുള്ള ആത്മഹത്യ, വരുമാന മാർഗങ്ങൾ കുറവായതുകൊണ്ട് ഈ മക്കളെ ഞാൻ എങ്ങനെ വളർത്തി പഠിപ്പിച്ചെടുക്കും, അവരെ നല്ലൊരു ഭാവിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന് ആശങ്കപ്പെട്ട് മാതാപിതാക്കൾ മക്കളെ കൊന്നുകളയുന്ന ആത്മഹത്യ. ആശ്രയിക്കാൻ ഒരാളില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ കരുത്തുള്ള ഒരുത്തനെ കാണാനില്ല. അവരുടെ പ്രതിസന്ധികൾക്കകത്തുകൂടെ ജീവിത വിജയത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ പ്രാപ്തിയുള്ള ഒരുത്തനെയും അവരുടെ ചുറ്റും കാണാനില്ല. കാരണം ഇരുട്ട് നിറഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം.
ദൈവമേ എന്ന് വിളിച്ചാൽ പോലും ആ വിളി നെഞ്ചകത്തേക്ക് തിരികെ വന്ന് നെരിപ്പോടായി അവനവനെ കത്തിച്ചു കളയുന്ന വിധത്തിൽ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇരുട്ട്. ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ ഏറ്റവും ഇളയ മകൾ ഒരു ചായ ഇട്ടുകൊണ്ടുവന്നു. ആ ഇട്ടുകൊണ്ടുവന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടുത്തെ അമ്മച്ചി അവരുടെ കുടുംബ ചരിത്രം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. മധ്യകേരളത്തിൽ നിന്ന് മലബാറിലേക്ക് ഭാര്യയും ഭർത്താവും കൂടെ 2 കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്തു. 2 കൈക്കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാണ്. ഒരോലക്കൂര ഉണ്ടാക്കി അവർ ജീവിതം ആരംഭിച്ചു. പിന്നെയും ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു, പെൺകുഞ്ഞുങ്ങളെ മാത്രം. ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും പിതാവിന് ആദിയായി ഞാൻ എന്തു ചെയ്യും? വിഷമവും വേദനയും ഉറക്കമില്ലാത്ത രാവുകളുമായി ഒരു ആൺകുട്ടി, തങ്ങൾക്ക് ദൈവം ഒരു ആൺകുട്ടിയെ തരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പിന്നെയും ജീവിതം തള്ളി നീക്കി. 9ാം പ്രാവശ്യവും ആ മാതാവ് പ്രസവിച്ചു. അതും ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. അന്ന് രാത്രിയിൽ ആ മാതാവ് പ്രസവിച്ച അന്ന് രാത്രിയിൽ ആ പിതാവ് നാടുവിട്ടു. കാരണം ഈ 9 പെൺകുട്ടികളെയും കുടുംബത്തെയും പോറ്റി ജീവിതം ഒരു കരക്കെത്തിക്കുക എന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നാടുവിട്ടു. അദ്ദേഹം നാടുവിട്ട് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വളരെ പ്രതിസന്ധിയിലും വിഷമത്തിലുമായി. പക്ഷേ ആ സഹോദരി വേറൊരാളെ പരിചയപ്പെട്ടു. അവരുടെ സകല പ്രതിസന്ധിയിലും സഹായിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അതിനുശേഷം അവരുടെ ജീവിതത്തിന് വ്യത്യാസം വന്നു. അവർ മക്കളെ വളർത്തി പഠിപ്പിച്ചു. അവരെ എല്ലാവരെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആക്കി. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ഏറ്റവും ഇളയ മകളുള്ളത്. അവളും പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത്ഭുതകരമായി സമ്പന്നമായ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങൾക്കും മതിയായ ഒരുത്തനെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ദിവസങ്ങളിൽ തന്നെ അവർ കണ്ടെത്തി. അവൻ്റെ പേര് നസറായനായ യേശു ക്രിസ്തു എന്നായിരുന്നു. എത്ര പേർ കരങ്ങൾ ഉയർത്തി ആ തിരുനാമത്തിന് മഹത്വം കൊടുക്കും? എത്ര പേർ കരങ്ങൾ ഉയർത്തി അവന് മഹത്വം കൊടുക്കും? സ്തോത്രം. കർത്താവ് അവരോട് പറഞ്ഞു, മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൻ്റെ വലിയ ഇരുട്ടിൻ്റെ വെല്ലുവിളികളെ വരെ പരാജയപ്പെടുത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ഇവിടെ സാധ്യമാകും? വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് ബോധിച്ചു പ്രാപിച്ചെടുത്ത നന്മകൾ അനുഭവിച്ചുകൊണ്ട്. അപ്പൊ ഇരുട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാനാവാത്ത വിധത്തിലുള്ള ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവചനങ്ങളെ, ഭാവി വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് യാതൊരു വെളിച്ചത്തിന്റെ തുള്ളിയും കാണാൻ കഴിയാത്ത കനത്ത ഇരുട്ടിനകത്തുകൂടെ ലോകം പോകുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കണ്ടിട്ടാണ് പറഞ്ഞത്, വലിയ ഇരുട്ട് വരുന്നു. സ്തോത്രം. ദൈവവിശ്വാസമില്ലാത്ത ഇരുട്ട്, ദൈവത്തെക്കുറിച്ചുള്ള ഇരുട്ട്, മനുഷ്യൻ, ഭൗതികം, ലോകം, ഇതുമായി മനുഷ്യ മസ്തിഷ്കത്തിലെ ചിന്തകൾ ഒതുങ്ങിപ്പോകുന്ന വിധത്തിലുള്ള ഇരുട്ട്. അതാണ് ഒരു ദിവസം പെട്ടെന്നുണ്ടായി വന്ന ഇരുട്ടല്ല, പെട്ടെന്നൊരു ദിവസം വന്നതല്ല. ഇത് സഹസ്രാബ്ദങ്ങളിലൂടെ
വളരെ എടുത്ത ഇരുട്ടാണ്. ഒരു കൂട്ടം അതീവ ബുദ്ധിശാലികളായ കണക്കിനൊക്കെ പറയാറുണ്ട്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. സ്തോത്രം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കാൻ പോയാൽ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. 25 ലക്ഷത്തോളം പേപ്പറുകളാണ് ലോകത്തിലെ രഹസ്യ മതങ്ങളെക്കുറിച്ച് വാഷിംഗ്ടൺ DC-യിലെ മേസണിക് ടെമ്പിളിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. 65,000-ഓളം ഘനമേറിയ ഗ്രന്ഥങ്ങളുണ്ട് പൈശാചിക സേവയും മതപരതയും ആധ്യാത്മികതയും സംബന്ധിച്ച്. എത്ര പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? എത്ര ഗ്രന്ഥങ്ങൾ പഠിച്ച് പരിശോധിക്കാൻ കഴിയും? അതുമാത്രമല്ല, ലോകത്തിലെ മൊത്തം പുസ്തകങ്ങൾ എടുത്താൽ അതിൻ്റെ വിഷയ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എണ്ണങ്ങൾ എടുത്താൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ വരും. എല്ലാറ്റിൻ്റെയും സാരം എങ്ങനാ കേൾക്കുക? ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് ആർക്കെങ്കിലും സത്യം കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് യിരെമ്യാവ് പറഞ്ഞത്, സ്തോത്രം, യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞത്, ഇവർക്ക് ചെവിക്ക് പരിച്ഛേദനയില്ലായകയാൽ ഇവരെ ആട്ടിക്കളക. ഇവരവിടെയും കേൾക്കാൻ പോകും, ഇവിടെയും കേൾക്കാൻ വരും, അതും കേൾക്കും, ഇതും കേൾക്കും, വിലയുള്ളതും കേൾക്കും, വിലയില്ലാത്തതും കേൾക്കും, പ്രയോജനമുള്ളതും കേൾക്കും, പ്രയോജനമില്ലാത്തതും കേൾക്കും. അതുകൊണ്ട് അവരെ ആട്ടിക്കളക. ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പൊ യിരെമ്യാവിലൂടെ ദൈവം പറഞ്ഞത് ചെവിക്ക് പരിച്ഛേദന വേണമെന്നാണ്. സോളമൻ പറഞ്ഞതല്ല. സോളമന്റെ അവസാനം എങ്ങനെയാണെന്ന് നമുക്കറിയാം, യിരെമ്യാവിന്റെ അവസാനവും നമുക്കറിയാം. ഇനി യേശു ക്രിസ്തു പറഞ്ഞ കാര്യം നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, എടുക്കണ്ട, വായിക്കണ്ട. വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. നമുക്കറിയാം, പുസ്തകങ്ങൾ മുദ്ര വയ്ക്കുന്നതിന് മുൻപേ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വിതയ്ക്കുന്നതിന്റെ ഉപമയിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരുത്തൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, 4 തരം സ്ഥലത്തു വീണു. ഹല്ലേലൂയ. 4 തരം സ്ഥലത്തു വീണു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആദ്യം വഴി അരികെ വീണു, അല്ല വഴിയിലൂടെ വീണു എന്ന ഇംഗ്ലീഷിൽ, എലോങ് ദ വേ. അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയില്ല. അത് പറവകൾ വന്ന് കൊത്തി തിന്നു. അത് മുളയ്ക്കുക പോലും ചെയ്യാതെ അത് അവസാനിച്ചു. ചിലരുടെ ജീവിതം അങ്ങനെ. ചിലര് പാറ സ്ഥലത്ത് വീണു, അല്പം മണ്ണുണ്ടായിരുന്നു, അത് നല്ല വളമുള്ള മണ്ണായിരുന്നു, നനവുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് വളർന്നു കയറി ഫലം പുറപ്പെടുവിച്ചു. പക്ഷേ സ്തോത്രം, സൂര്യൻ ഉദിച്ചപ്പോൾ, പരിശോധനകൾ ആരംഭിച്ചപ്പോൾ, പരീക്ഷണങ്ങൾ ആരംഭിച്ചപ്പോൾ, ആഴമായ വേര്, പാത്രത്തിലെ എണ്ണ ആഴമായ വേര് സമ്പാദിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? കരിഞ്ഞുപോയി, നശിച്ചുപോയി. ചിലത് എവിടെ വീണു? മുള്ളിനിടയിൽ വീണു. എന്ന് പറഞ്ഞാൽ അവിടെ മുൾവിത്തുകൾ മണ്ണിനിടയിൽ കിടക്കുകയാണ്. മുള്ളവിടെ ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ എളുപ്പം. കാരണം വിത്ത് മുളച്ചു വന്നപ്പോൾ മുള്ളും കൂടെ മുളച്ചു വളർന്നു. അത് ഫലം കായ്ക്കാനൊക്കെ ആവേശത്തോടുകൂടെ വളർന്നു പൊങ്ങി വന്നതായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അതിനെന്ത് സംഭവിച്ചു? 30, 60, 100 മേനിയായി വിളഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ പോലും എല്ലാം 100 മേനി വിളഞ്ഞില്ല. 4 സ്ഥലത്ത് വിതച്ചതിൽ 4-ൽ ഒരിടത്ത് മാത്രമാണ് വിളവുണ്ടായത്. 12-ൽ ഒരിടത്ത് മാത്രമാണ് 100 മേനി ഉണ്ടായത്. എല്ലാവരും ആ വാതിലിനപ്പുറത്തേക്ക് കടക്കാൻ പോകുന്നില്ല എന്നത് യേശു ക്രിസ്തു പണ്ടേ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ വിൽക്കുന്നവന്റെ അടുക്കൽ പോയി വാങ്ങുവാൻ എത്ര പേർക്ക് മനസ്സുണ്ടാകുമെന്നാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉപമ പറഞ്ഞു കഴിഞ്ഞിട്ട്, അത് വിശദീകരിച്ചു കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ചോദിച്ചു, ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാം കേൾക്കാൻ നിൽക്കരുത്, എല്ലാത്തിൻ്റെയും പുറകെ പോകാൻ നിൽക്കരുത്. പത്യവചനത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക എന്ന് സുവിശേഷകൻ ഉപദേശമുണ്ടെങ്കിൽ പത്യവചനത്തിന് ചേരുന്നത് കേൾക്കുക എന്നൊരു ഉപദേശം അതിൽ നിന്ന് നമുക്ക് വായിക്കെടുക്കാൻ കഴിയണം. അപ്പൊ കേട്ടതാണ് പ്രശ്നം.
എല്ലാം കേൾക്കുന്നവർക്ക്, ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവർക്ക്. കണ്ടോ, പരിച്ഛേദന എന്ന വാക്കിൻ്റെ കറക്റ്റ് മീനിങ് എവിടെ കയറി കിടക്കുന്നതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പരിച്ഛേദന എന്നത് ശരീരത്തിൽ നിന്ന് അല്പം മാംസം, അല്പം ചർമ്മം നീക്കിക്കളയുന്ന പ്രക്രിയയായിട്ട് മാത്രം യഹൂദൻ കണ്ടെങ്കിൽ അതിൻ്റെ ആഴമേറിയ ആത്മീക അന്തരാർത്ഥം, സ്തോത്രം, യിരെമ്യാവിലൂടെ ആത്മാവ് വെളിപ്പെടുത്തുകയാ. കേൾക്കുന്നതിൽ പരിച്ഛേദന വേണം. ദൈവസഭ കെട്ടിയടച്ച തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന ഉറവ്, സ്തോത്രം, അടച്ചിട്ടിരിക്കുന്ന കിണറ് എന്നിങ്ങനെയൊക്കെ ഉത്തമഗീതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എല്ലാം കേൾക്കരുത്. അത് ഏദൻ തോട്ടം മുതൽ നമ്മൾ പഠിക്കുന്ന പാഠമാണ്. കാരണം കേട്ടങ്ങ് പോയാൽ, പ്രൈസ് ദി ലോർഡ്, പരസ്പര വിരുദ്ധമായി ഒന്നോടൊന്ന് തമ്മിൽ തല്ലി നിൽക്കുന്ന അനേകായിരം ആശയങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകും. അത്തരം ആശയങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ജ്ഞാനയോഗത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ പോയാൽ ഒരിക്കലും നിങ്ങൾ സത്യത്തിൽ എത്തിച്ചേരുകയില്ല. തെയ്ലീസ് മുതൽ സ്പിനോസ വരെയുള്ള ഫിലോസഫേഴ്സിനെ മുഴുവൻ പറ്റിയ അബദ്ധമാണ്. അവർ സത്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ വിഡ്ഢികളായിപ്പോയി. അവർ ജ്ഞാനികളെന്ന് വിശ്വസിച്ചും കൊണ്ട് മൂഢന്മാരായിപ്പോയി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് കേൾക്കേണ്ടത് അന്വേഷിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക, അറിയേണ്ടത് അന്വേഷിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹവ്വ സാത്താൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഹവ്വയുടെ അകത്തൊരു തിസീസ് രൂപപ്പെട്ടു. എന്താണ്? കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും. ആർക്ക് കാണാൻ ഭംഗിയുള്ളത്? ആർക്ക് തിന്മാൻ നല്ലത്? ഹവ്വയ്ക്ക്. ഏദൻ തോട്ടത്തിൽ ആദത്തിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചാക്കിയത് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവരെ എവിടെ നിന്നെങ്കിലും വിളിച്ചുകൊണ്ടുവന്ന്, പണ്ട് ഒരു 10-60 വർഷങ്ങൾക്ക് മുൻപ്, 70 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഈ മധ്യ കേരളത്തിൽ, അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളെ വൻ തുക കൊടുത്ത് മലബാറിലെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്യുമായിരുന്നു. ഇങ്ങോട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇന്നത് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് അങ്ങോട്ട് ഒരുപാട് കൊടുത്താലും സീറ്റ് കിട്ടാനില്ല. ഇതുപോലെ ദൈവം കൊണ്ടുവന്നാക്കിയതല്ല. കൊണ്ടുവന്നാക്കിയതായിരുന്നെങ്കിൽ, ആദാമിനെയും ഹവ്വയെയും എവിടെയെങ്കിലും നിന്ന് കൊണ്ടുവന്നാക്കിയതായിരുന്നെങ്കിൽ, സ്തോത്രം, അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കണമായിരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണമായിരുന്നു, അവരുടെ ഇഷ്ടം കൂടെ നോക്കണമായിരുന്നു. എന്നാൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കുശവന് തന്റെ പാത്രത്തിന്മേൽ അധികാരമില്ലയോ? അവൻ ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കുന്നു. അവൻ ഉണ്ടാക്കുന്നതിന് പാതി വഴിയിൽ വെച്ച് വലിച്ചെറിഞ്ഞു കളയുന്നു. ചിലപ്പോൾ അവൻ ഒരു പാത്രത്തെ മാനത്തിനായും അതേ മണ്ണിൽ നിന്ന് മറ്റൊരു പാത്രത്തെ അപമാനത്തിനായും ഉണ്ടാക്കുന്നു. പരമകാരുണികനായ ദൈവം, അണ്ടകടാഹത്തെ സൃഷ്ടിച്ച സർവശക്തനായവൻ, എല്ലാം അവൻ ഉണ്ടാക്കിയതാകയാൽ അവന്റെ ഇഷ്ടത്തിനുള്ളതാണ് എല്ലാം. മനുഷ്യനെയും അങ്ങനെയാ സൃഷ്ടിച്ചത്. അതിനിടയ്ക്കാണ് ഹവ്വ ലൂസിഫറിന്റെ ഫിലോസഫി കേട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൂസിഫീരിയൻ ഫിലോസഫി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇരുട്ടെന്ന് പറയുന്നത് ലൂസിഫീരിയൻ ഫിലോസഫിയുടെ ഇരുട്ടാണ്. ലൂസിഫീരിയൻ ഫിലോസഫിയുടെ അടിസ്ഥാന സത്ത എന്താണെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ തടവിലിട്ടിരിക്കുകയായിരുന്നു. സാത്താൻ, ലൂസിഫർ, അവനെ വിമോചനത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ ദിവസങ്ങളിൽ സാത്താനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരുപാട് ശബ്ദങ്ങൾ ഈ വേദിയിൽ നിന്ന് ഉയരാൻ വേണ്ടി പോവുകയാണ്. ഈ ദേശത്ത് വ്യാപരിക്കുന്ന, ആയിരക്കണക്കിന് വർഷങ്ങളായി ദേശത്തെ പിടിച്ചടക്കി നിൽക്കുന്ന ഒരു വലിയ പോരാട്ട ശക്തിയെ വെട്ടുന്ന നാളുകളാകയാൽ ഈ ദേശത്തുള്ള സകല ദൈവമക്കളും, സ്നാനപ്പെട്ട് വേർപെട്ട ആത്മാവിന്റെ നിറവുണ്ടെന്ന് അഭിമാനിക്കുന്ന സകലരും വളരെ ശ്രദ്ധയോടെ ഈ ദിവസങ്ങളിലായിരിക്കണം. നിങ്ങളുടെ യാത്രകൾ, ഇടപാടുകൾ, വാക്കുകൾ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വളരെ സൂക്ഷ്മതയോടെ മുമ്പോട്ട് പോകണം. കാരണം ഒരു വലിയ യുദ്ധം ഈ ദിവസങ്ങളിൽ വചനത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവൻ വന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെറിയ പാർട്ടികളൊന്നും അല്ലെന്നേ. സ്തോത്രം. ദൈവം ഇതൊന്നും പറഞ്ഞില്ല. കാരണം ദൈവം പറയാൻ പോകുന്നതൊക്കെ അവന്റെ ഹൃദയത്തിൽ നിന്ന് സമയമാകുമ്പോൾ കുറേശ്ശെ വരും. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച ദൈവം
വിളിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യവും പറഞ്ഞില്ല. മുമ്പോട്ട് പോകുന്നതനുസരിച്ച് വെളിപ്പെടുത്തി 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 കൊടുക്കും. അല്ല, കാര്യങ്ങൾ മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതി അങ്ങോട്ട് കൊടുത്തിട്ട് മക്കളിതൊന്ന് വായിച്ചു നോക്കിയാട്ടെ പറ്റൂച്ചാവാ എന്നല്ല. മൊത്തം ഒന്ന് വായിച്ചു നോക്കിയിട്ട് കർത്താവ് ഇത് ശരിയാവില്ല, ഇതിൻ്റെ കൂടെ ഒരു $1500 കൂടെ കൂട്ടിത്തരാമെങ്കിൽ ഞാൻ നോക്കാം. അങ്ങനെ നീ വരണ്ട. പ്രൈസ് ദി ലോർഡ്. വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകളുടെ മുഖഭാവം എത്ര ദീനത ഉള്ളതാണ്. ഞാൻ എന്ത് വിഷമമായിപ്പോയി. അവന് സൗകര്യമുള്ള കാര്യം സൗകര്യമുള്ള സമയത്ത് പറയും. നിന്റെ സ്വാതന്ത്ര്യത്തെ അവനെ ഏൽപ്പിച്ചു കൊടുത്ത് നിന്നെ തന്നെ കട്ടളക്കാലിന്മേൽ കാതുവെച്ച് സൂചി കുത്തിയ ഒരു സ്ഥിരമടിമയെ പോലെ സമർപ്പിച്ച് യാത്ര ചെയ്യാൻ മനസ്സുള്ള വ്യക്തികൾക്ക് മാത്രമാ ക്രിസ്തീയ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ ഓഹരികൾ കിടക്കുന്നത്. സാത്താൻ വന്ന് വളരെ വ്യക്തമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദൈവങ്ങളാകേണ്ടതാണ്. അപ്പോൾ അവ ചോദിച്ചു, അതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ്. അതിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, കർത്താവിന് വിഷമാവും. അല്ലാത്ത ഒന്ന് പറഞ്ഞ്, നിങ്ങൾ ദൈവങ്ങളാകേണ്ടവരാണ്. ആ പഴമെങ്ങാനും തിന്നാൽ നിങ്ങൾ ആരാവും? ദൈവത്തെ പോലെയാകും. ആ പഴം നിങ്ങൾ തിന്ന് നിങ്ങൾ ദൈവത്തെ പോലെയായിട്ട് പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കസേര കയറി ഇരിക്കാൻ നോക്കുന്നു, ദൈവവും കസേരകളി നടത്തുന്നു. അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഓർത്താണ് നിങ്ങളെ അടിമകളാക്കിയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൂടെ, ഈ പ്രസംഗമെല്ലാം കൂടെ കേട്ടപ്പോൾ ലൂസിഫറാണ് ആദ്യത്തെ പ്രാസംഗികൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏദൻ തോട്ടത്തിൽ കയറി വന്ന് ദൈവം തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ജനത്തോട് അവനങ്ങ് പ്രസംഗിച്ചു. അത് ഹൗവ കറക്റ്റായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ആദാം അവളുടെ ആശയത്തിനനുസരിച്ച് നിൽക്കുകയും ചെയ്തു. അവളൊരു ആപ്പിൾ പകുതി കടിച്ചിട്ട് അവന് കൊടുത്തു. അവൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ കടിക്കാതിരുന്നാൽ ഞാൻ രക്ഷപ്പെടും, ഇവള് തട്ടിപ്പോവും. രാവിലെ കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാൻ ആകെ ഇവളേ ഉള്ളൂ, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കി തരാൻ ആകെ ഇവളേ ഉള്ളൂ, 4 പഴം പറിച്ചെടുത്ത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി തരാൻ ഇവളേ ഉള്ളൂ. മൊത്തത്തിൽ ഇപ്പം ഇവളില്ലാതെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് ആത്മഹത്യാപരമായൊരു നിലപാടാ ആദാം നടത്തിയത്. അദ്ദേഹവും ആ പഴം കഴിച്ചു. പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്, നിൽക്കുവാണേലും നമ്മൾ ഒരുമിച്ച്. ദൈവത്തിൻ്റെ വലിയൊരു താപത്തിന് പിന്നെയും മഹത്വം ഉണ്ടാവട്ടെ. രണ്ടുപേരും കൂടെ കഴിച്ചു. ദൈവത്തെ പോലെയാകണം. അവിടെ നിന്നാണ് ലൂസിഫീരിയൻ ഫിലോസഫി ആരംഭിക്കുന്നത്. ഇന്ന് ലോകത്ത് 24,000-ഓളം സംഘടനകൾ ഒരുമിച്ച് ആ ലൂസിഫീരിയൻ ഫിലോസഫിയുടെ പരമകാഷ്ഠയിലേക്ക് മനുഷ്യന്റെ അവബോധങ്ങളെ വളർത്തിയെടുത്തിരിക്കുന്നു. വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ, മതപ്രഭാഷണങ്ങളിലൂടെ, പലതരത്തിലുള്ള ഫിലോസഫിക്കലായിട്ടുള്ള പ്രഭാഷണങ്ങളിലൂടെ ഇങ്ങനെ മനുഷ്യന്റെ മുൻപിലേക്ക് വന്നു വീഴുന്നതെല്ലാം മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും മൂക്കുകൊണ്ട് കാണിക്കുന്നതും നാക്കുകൊണ്ട് രുചിക്കുന്നതും, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നതുമായതെല്ലാം ലൂസിഫീരിയൻ ഫിലോസഫിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ആധുനിക കാലത്തെ പിടിച്ചടക്കിയിരിക്കുന്ന ദൈവമില്ലായ്മയുടെ ഇരുട്ട്, ദൈവത്തിന് വില കൊടുക്കായ്മയുടെ ഇരുട്ട് ആരംഭിച്ചതിൻ്റെ ഒരു ഏകദേശ കാലക്കണക്ക് പറഞ്ഞാൽ ആധുനിക യുഗത്തിൻ്റെ തുടക്കമാണ്. എന്താണ് ആധുനിക യുഗത്തിൻ്റെ തുടക്കം? ആധുനിക യുഗത്തിൻ്റെ തുടക്കം 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള തുടക്കമാണ്. ഒന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, മറ്റൊന്ന് റിഫോർമേഷൻ, ഇനിയൊന്ന് റിനൈസൻസ്, നവോത്ഥാനം. എന്താണ് നവോത്ഥാനം? നവോത്ഥാന നായകന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്നത് നവോത്ഥാനത്തിലാണ്. നവോത്ഥാനം എന്ന പുഴയിലാണ് നമ്മൾ കുളിക്കുന്നത്. നവോത്ഥാനം എന്ന കെട്ടിടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും നവോത്ഥാനത്തിൻ്റെതാണ്. നമ്മൾ പഠിച്ചതെല്ലാം നവോത്ഥാനത്തിൻ്റെ ശിലകൾക്ക് മീതെ പണിതുയർത്തിയതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമുക്ക് മുൻപിലുള്ള മതങ്ങൾ, നമുക്ക് മുൻപിലുള്ള പ്രസ്ഥാനങ്ങൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യന്റെ വ്യക്തിപരമായ സത്തയെ കെട്ടിയിട്ടിരിക്കുന്ന ആരും ഒറ്റപ്പെട്ട ജീവികളല്ലല്ലോ, ആരും ഇൻഡിപെൻഡന്റ് ആയ ജീവികളല്ലല്ലോ. ഒന്നുകിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്തോത്രം ഫിലോസഫിക്കൽ തിങ്കേഴ്സിന്റെ ഒരു ക്ലബിലാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്ലബുകളിലോ കൂട്ടങ്ങളിലോ ഒക്കെയാണ് നമ്മൾ എല്ലാവരും. ഇൻഡിപെൻഡന്റ് ആയ മാൻ, സ്തോത്രം സ്വതന്ത്രനായ മനുഷ്യൻ എന്ന കൺസെപ്റ്റ് ഇന്നില്ല. ഒരു വസ്തുതയെ വീക്ഷിക്കുമ്പോൾ, ഒരു സംഭവത്തെ വീക്ഷിക്കുമ്പോൾ
ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടാണ് വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ BJP-കാരനായിട്ടാണ് വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കത്തോലിക്കനായിട്ട് വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ യാക്കോബക്കാരനായിട്ട് വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനായിട്ട് വീക്ഷിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീക്ഷിക്കുന്നത്. നവോത്ഥാനത്തിന്റെ വിജയം അതാണ്. പ്രൈസ് ദി ലോർഡ്. ആളുകളെ സമൂഹമാക്കുക. നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആളുകളെ ഫ്രീമേസണിസത്തിൻ്റെ കാലത്ത് ആരംഭിച്ച 1118 മുതൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് ആളുകളെ ഏതെങ്കിലും സമൂഹത്തിൻ്റെ ഭാഗമാക്കുക. ഒരു വസ്തുത ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, ദൈവത്തിൻ്റെ മനുഷ്യൻ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് ദൈവത്തെ കാണേണ്ടവനല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യം മുതലുള്ള ചരിത്ര വൃത്താന്തങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ആനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ സമൂഹത്തോട് കൂടെ അല്ല നടന്നത്. നോഹ വ്യക്തിപരമായി ദൈവശബ്ദം കേട്ടു, സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് തനിക്ക് ലഭിച്ച വെളിപ്പാടിനൊത്ത വിധത്തിൽ, പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തനിക്ക് തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം തീർത്തു. അത് പുതിയ നിയമക്കാരനാ. അന്ന് പഴയ നിയമത്തിൽ അത് പലർക്കും വേണ്ടി ഉണ്ടാക്കിയതാ, നാട്ടുകാർക്ക്. പക്ഷേ പുതിയ നിയമത്തിൽ ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ കൃത്യമായി കൊടുത്തു. തനിക്ക് തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം തീർത്തു. ഹല്ലേലൂയ. യോശുവ, മോശ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. ഒരു രാജ്യത്തിന്റെ, ഒരുപക്ഷെ ഒരു സർവ്വസൈന്യാധിപൻ എന്ന പദവിയിൽ, ഈജിപ്ത് എന്ന മഹാരാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപൻ എന്ന പദവിയിൽ നിന്നിരുന്നവൻ മിസ്രയീമിലെ നിക്ഷേപങ്ങളുടെ ആധിക്യം കണ്ട് കണ്ണുമഞ്ഞളിക്കാതെ സ്വർഗീയ വെളിപ്പാടുകളെ കണ്ടപ്പോൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണി പുറപ്പെട്ടു. എബ്രഹാം പുറപ്പെട്ടു. വെളിച്ചം പ്രാപിച്ചവരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു, ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വന്നു. യോസഫിന് ഒറ്റയ്ക്കായിരിക്കേണ്ടി വന്നു, യാക്കോബിന് ഒറ്റയ്ക്കായിരിക്കേണ്ടി വന്നു. സ്തോത്രം. യോശുവയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. ജനക്കൂട്ടത്തിനും പർവ്വതത്തിനുമിടയിൽ പൗലോസിന് അപ്പോസ്തലന്മാരുമായിട്ടുള്ള സഹകരണം മാറ്റിവെച്ചിട്ട് സ്വർഗീയ വെളിപ്പാടുകളുടെ ആഴങ്ങൾ പ്രാപിക്കേണ്ടതിന് ഒറ്റയ്ക്ക് പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നു. ഏകനായി യേശുക്രിസ്തു പാളയത്തിന് വെളിയിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, ഒറ്റയ്ക്ക്. അപ്പൊ ദൈവത്തിന്റെ വചനം അതിന്റെ ആകത്തുക എടുത്താൽ തനിച്ച് ദൈവത്തെ കണ്ടെത്തുന്നവർക്ക് മാത്രമുള്ളതാണ് ദൈവത്തോടുള്ള സഖിത്വത്തിൻ്റെ ഭാവി പരിപാടികൾ. എന്ന് വെച്ച് നിങ്ങളൊരു സഭയിൽ കൂടരുത് എന്നല്ല, എന്ന് വെച്ച് നിങ്ങളൊരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കരുത് എന്നല്ല. അതൊക്കെ ഇന്നത്തെ വ്യവസ്ഥിതികൾക്കനുസരിച്ച് യോഗ്യമായി ചെയ്യണം. പക്ഷെ വ്യക്തിപരമായി ദൈവത്തോട് ചേർന്നുള്ള ഒരു വ്യക്തിപരമായ നടപ്പ്, വ്യക്തിപരമായി സമ്പാദിച്ചെടുക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്വന്തമായി കരുതി ദൈവത്തിൻ്റെ സ്വന്തമായി നീയും വെച്ചുകൊണ്ട് സമർപ്പിച്ചു ഒരു വ്യക്തിപരമായ ജീവിതം, ഒരു വ്യക്തിപരമായ അന്വേഷണത്തിന്റെ ജീവിതം, ഒരു വ്യക്തിപരമായ ധ്യാനാത്മക ജീവിതം, ഒരു വ്യക്തിപരമായ ആരാധനാ ജീവിതം ആരംഭിക്കുന്നില്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾക്കകത്ത് കിടക്കുന്ന കേവലം ഒരു അഭിനയത്തിന്റെ ആത്മീയതയാണ് നമുക്കുള്ളതെങ്കിൽ ഈ സമൂഹത്തിന്റെ ഇരുട്ടിന്റെ ഭാഗമായി പോകും. നവോത്ഥാന നായകന്മാരുടെ നൈറ്റ് ടെംപ്ലാർസിന്റെ കാലത്ത് ആരംഭിച്ച് ഫ്രീമേസണിസത്തിന്റെ കാലത്തിലൂടെ വളർന്ന് തിയോസഫിക്കൽ സൊസൈറ്റിയുടെയും ഇലുമിനാട്ടിയുടെയും അതുപോലെ തന്നെ റോത്ത്ഷൈൽഡ് റോക്ക്ഫെല്ലർ സാമ്പത്തിക കൂട്ടുകെട്ടിന്റെയും അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന ആധുനിക ലോകം മനുഷ്യനെ സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു. വ്യക്തിപരമായ ഐഡന്റിറ്റി ഇല്ലാത്തവരായ ആളുകളെ മാറ്റി ഒരു സഭ മുഴുവനുമായിട്ടൊരു കാര്യം അംഗീകരിക്കുന്നവരെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് വന്നു. ഒരു കൂട്ടം മുഴുവൻ ഒരു കാര്യം അംഗീകരിക്കുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കൂ എന്ന സ്ഥിതി വന്നു. അങ്ങനെയല്ല ദൈവത്തിന്റെ പൈതല്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്നത്. ഓരോ വ്യക്തിയെയും പേര് പേരായി അറിയാവുന്ന ദൈവം ഓരോ വ്യക്തിയുടെയും കയ്യിലെ രേഖകളെ വ്യക്തിപരമായി വരച്ചുണ്ടാക്കിയ ദൈവം, അമ്മയുടെ ഉദരത്തിൽ നിന്റെ കൃഷ്ണമണികളെ വ്യക്തിപരമായി വേറിട്ട നിലയിൽ പണിതെടുത്ത ദൈവം നിനക്ക് വ്യക്തിപരമായ നിന്റേത് മാത്രമായ ഒരു അസ്തിത്വത്തെ കണ്ടുകൊണ്ടാണ് പേർ വിളിച്ചിരിക്കുന്നത്. നിനക്കുള്ള ഓഹരിയിലേക്കാണ് ദൈവാത്മാവ് ദിവസങ്ങളിൽ നിന്നെ നടത്താൻ പോകുന്നത്. നിന്റെ അടുത്തപ്പുറത്തും ഇരിക്കുന്നവരുടെ ഓഹരികളിലേക്കല്ല, നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരു ഓഹരിയിലേക്കാണ്. പലർ ഒരുമിച്ച ഓഹരി കണ്ടെത്തിയാലും വ്യക്തിപരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിലയേറിയ നിധി ഒരു വയലിൽ കണ്ടു ഒരു മനുഷ്യൻ. സ്തോത്രം. കുറച്ചാളുകൾ കണ്ടു എന്നല്ല, ഒരു മനുഷ്യൻ
വ്യക്തിപരമാണ്. അത് മറച്ചു വെച്ചു. ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റു ആ ഒറ്റ വയൽ വാങ്ങി അത് തൻ്റെ സ്വന്തമാക്കി. അതിനാരും കമ്പനി കൂട്ടിയില്ല, അതിനാരും അവനോട് കമ്പനി കൂടാൻ നിന്നില്ല. കാരണം കമ്പനി കൂടാൻ നിന്നാൽ ലാഭമില്ല. കാരണം ഇവൻ മാത്രമേ വയലിലെ നിധി കണ്ടിട്ടുള്ളൂ. കമ്പനി കൂടാൻ നിന്നാൽ വിൽക്കേണ്ടി വരും. നഷ്ട കച്ചവടത്തിന് ആർക്കാണ് താല്പര്യമുള്ളത്? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ഫലം എന്നെണ്ണിയ മോശയെ പോലുള്ളവർക്ക് മാത്രമാണ് കർത്താവ് എന്ന ഉപനിധി ഓഹരിയായി വരാൻ പോകുന്നത്. അപ്പൊ ഇരുട്ട് തുടങ്ങിയ കാലം പണ്ടേ ഉള്ളതാ. ഹവ്വയുടെ ഉള്ളിലേക്ക് സാത്താൻ ആലോചനകൾ ഇട്ടുകൊടുത്തു. ആ ആലോചനകൾ, അവനിട്ടുകൊടുത്ത ആശയങ്ങൾ ഹവ്വയുടെ ഉള്ളിൽ നിന്നൊരു തിസീസായി പുറത്തു വന്നു. അപ്പോൾ ദൈവം ഒരിക്കലും പറയാത്തൊരു കാര്യം അവളുടെ മനസ്സിൽ നിന്ന് വരികയാണ്. ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരാശയം അവളുടെ ഹൃദയത്തിൽ നിന്ന് വരികയാണ്. ആ വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും എന്ന് അവൾ കാണുകയാണ്, പറിക്കുകയാണ്, തിന്നുകയാണ്. സ്തോത്രം. കാണാൻ ഭംഗിയുള്ള ജീവിതം, തിന്നാൻ നല്ല ജീവിതം. കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ജീവിതം, തിന്നാൻ നല്ല ജീവിതം, അനുഭവിക്കാൻ നല്ല ജീവിതം. അതാണ് അവിടുത്തെ തത്വം. ആ തത്വത്തിൻ്റെ പിറകെയാണ് ഇന്നത്തെ ലോകം മുഴുവൻ. എന്ന് പറഞ്ഞാൽ അതാണ് പാപം. ആ പാപത്തിന്റെ ആധാരശിലകളിന്മേലാണ് ഇന്നത്തെ ലോകം മുഴുവൻ ഉറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലേ, നിനക്ക് ചുറ്റും ഇരുട്ടാണ്, കട്ട പിടിച്ച ഇരുട്ടാണ്. നിനക്ക് ദൈവമെന്ന വെളിച്ചത്തെ കാണാനോ ഓർക്കാനോ പറ്റാത്ത വിധത്തിൽ, ദൈവത്തെക്കുറിച്ച് വിചാരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇരുട്ട് കട്ട പിടിച്ചു നിൽക്കുകയാണ് നിനക്ക് ചുറ്റും. അവിടെ ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വരവിന് തൊട്ട് മുൻപുള്ള നിമിത്തങ്ങളിൽ അർദ്ധരാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളി കേൾക്കുന്ന ദിവസങ്ങളിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ നാൾ കണിയും കുടുക്കും പോലെ നിന്റെ ജീവിതത്തെ പിടിച്ച് തകർത്തു കളയാതിരിപ്പാൻ ലൂസിഫറിനോടൊപ്പം നിത്യം നരകത്തിന്റെ ഇടനാഴികളിലെ പുകയ്ക്കകത്ത് ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ ഒരു അന്വേഷണം ആരംഭിക്ക്. ആ എണ്ണയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ശേഖരം നിനക്ക് ആവശ്യമാണ്. ഈ ഇരുട്ടിനകത്ത് വെളിച്ചത്തെ തിരിച്ചറിയാൻ ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക ശേഖരം നിന്റെ കയ്യിൽ വരേണ്ടതുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക ഓഹരി നിന്റെ കയ്യിൽ വരേണ്ടതുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക അവബോധം നിനക്ക് വ്യക്തിപരമായി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ വ്യക്തിപരമായി നിലനിൽക്കാൻ കഴിയൂ. ഒരു സഭയ്ക്കകത്തുള്ള എല്ലാവരെയും അല്ല കർത്താവ് കൊണ്ടുപോകുന്നത്. ക്രൈസ്തവ സമൂഹത്തെ എല്ലാവരെയും അല്ല കർത്താവ് കൊണ്ടുപോകുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. സ്വർഗരാജ്യം കടലിടുന്നതും സകലവിധ മീനും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യം. വലയിട്ടവൻ വന്നു. ഈ വെള്ളത്തിൽ ഈ വല കിടക്കുന്നിടത്തോളം കാലം ഇതിനകത്ത് ഏത് സൈസ് മീനിനും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. നല്ല ലക്ഷക്കണക്കിന് വില വരുന്ന കാരച്ചമ്മീൻ്റെ കൂട്ടത്തിനിരിക്കാം. അതുപോലെ തന്നെ 12 കോടി വില വരുന്ന ടൂണക്കിരിക്കാം. അതുപോലെ കിലോയ്ക്ക് 1500 രൂപ വിലയുള്ള ഗോൾമീനിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നല്ല ഒന്നാം തരം വിഷമുള്ള കടൽ പാമ്പിനും ഇതിനകത്ത് ഇരിക്കാം. വല വെള്ളത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവിടെ ഇരിക്കാം. പക്ഷെ വലയിട്ടവൻ വരാനായി. വലയിട്ടവൻ പുറപ്പെട്ടു കഴിഞ്ഞു. അവൻ ഏത് നിമിഷത്തിലും താനിട്ട വല 2000 വർഷങ്ങൾക്ക് മുൻപ് തന്റെ പ്രാണൻ വിലയായി നൽകിക്കൊണ്ടിട്ട സുവിശേഷത്തിന്റെ വല 1000-2000 വർഷത്തോളമായി ദൈവഭൃത്യന്മാർ ലോകത്തിന്റെ സകല തെരുക്കോണിലും ഉറക്കെ വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ വല ഇട്ടവൻ വരും. അവൻ വല എടുക്കും വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് എല്ലാവരും അവൻ കൊണ്ടുപോവുകയില്ല. ചിലത് മാത്രം എടുക്കും, ബാക്കി കളയും. ആ ചിലതിൽ നീ ഉണ്ടാകുമോ? ഇതാണ് ഇന്നത്തെ ചോദ്യം. ആ ചിലതിൽ നീ ഉണ്ടാകുമോ? പിന്നെ ഞാൻ ഇത്ര വർഷത്തിന് മുമ്പ് സ്നാനപ്പെട്ട ആളാണ്, സഭയിലിരുന്ന ആളാ. സ്നാനപ്പെട്ടതിൻ്റെ പിറ്റേൻ്റെ ആഴ്ചയിൽ ഞാൻ അന്യഭാഷയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പൊ വേണേ പറയും, വേണ്ടാന്ന് വെച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് വന്ന പിന്നെ ഞാൻ പോയില്ലെങ്കിൽ ആര് പോവാനാ? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാറ്റി വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്,
പിടിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. പിടിക്കാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ഇതുവരെ നിത്യജീവന്റെ അവകാശം ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടുമോ? എനിക്കത് കിട്ടണം. അതിനുവേണ്ടി എന്തും ചപ്പും കുപ്പയും എന്നെറിഞ്ഞുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വേദപുസ്തകത്തിൽ കാണുന്ന സഭയെ പഠിക്കണം. ഉപദേശങ്ങളിൽ റോമാലേഖനം മുതൽ അങ്ങോട്ട് സ്തോത്രം യൂദായുടെ ലേഖനം വരെയുള്ള പുസ്തകങ്ങൾക്കകത്ത് കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ ലക്ഷണങ്ങൾ പഠിക്കണം. സഭയുടെ യോഗ്യതകൾ പഠിക്കണം. സഭയുടെ യാഗങ്ങളെ, പ്രവർത്തികളെ, സഭയുടെ ഉത്തരവാദിത്വങ്ങളെ പഠിക്കണം. അത് വ്യക്തിപരമായി ധ്യാനിച്ച് 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 പഠിക്കേണ്ടതാ. അത് വ്യക്തിപരമായി ധ്യാനിച്ച് 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 രാത്രികളിലും പകലുകളിലും ഇരുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. 10-40 വർഷങ്ങൾക്ക് മുൻപ് അവർ സ്വർഗീയ നാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ കടന്നുപോയി. അവർക്ക് ശേഷം വന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും തലമുറ ഇന്ന് ഇരുട്ടിനകത്ത് കിടക്കുകയാ. എന്നിട്ട് തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുകയാ. സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇരുട്ട് മൊത്തത്തിൽ വിഴുങ്ങിപ്പോയതിൻ്റെ ചരിത്ര വൃത്താന്തങ്ങൾ നമ്മൾ അറിയാതെ പോയി. കാരണം നമ്മൾ ധ്യാനിക്കാൻ സമയം ചെലവഴിച്ചില്ല. ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തിലധികമായി മൊബൈലിൽ മാത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി മാറിക്കഴിഞ്ഞു ദൈവത്തിൻ്റെ ജനത. വേദപുസ്തകം വായിച്ചാൽ പോലും അത് മൊബൈലിൽ നിന്നെടുത്ത് വായിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഞാൻ അധികം വേദഭാഗങ്ങൾ വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന പുസ്തകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചില സത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോവുക എന്നതിൽ കവിഞ്ഞ കാര്യമൊന്നും എനിക്കിവിടെ ചെയ്യാനില്ല. ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളാണ്. സ്തോത്രം. ഇവിടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടേതാണ്. ഞാൻ കണ്ടെത്തിയ വസ്തുതകൾ, ഞാൻ ഗ്രഹിച്ച വസ്തുതകൾ നിങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കേണ്ടതിനാണ് ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ തൻ്റെ ഭൗതിക ജീവിതത്തെക്കാൾ ജീവനേക്കാൾ കർത്താവിനെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്. ഇരുട്ടാരംഭിച്ചത്, ആധുനിക കാലത്ത് ഇരുട്ടിന്റെ സാമൂഹിക വികാസം ആരംഭിച്ചത് നവോത്ഥാനത്തിലാണെന്ന് നമ്മൾ കണ്ടു. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഹവ്വ ആരംഭിച്ച പാപത്തെ അതിൻ്റെ സമ്പൂർണതയിലേക്ക് വളർത്തിയെടുക്കുന്നതാണ് എന്ത്? നവോത്ഥാനം. നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ? എങ്ങനെയാണ് നവോത്ഥാനം ഉണ്ടായത്? നവോത്ഥാനത്തിന് തൊട്ട് മുമ്പ് ഒരു കാലമുണ്ട്. ചരിത്രത്തിൽ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്നൊരു കാലം. ആ ഇരുണ്ട യുഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇരുണ്ട യുഗം പ്രൈസ് ദി ലോർഡ് യൂറോപ്പിലെ രാഷ്ട്ര നേതാക്കന്മാരെ, ചക്രവർത്തിമാരെ ആകെ അഭിഷേകം ചെയ്ത് തലയിൽ കിരീടം വെച്ച് നടത്തുന്ന ആ അവരോധിക്കുന്ന ഒരു സ്തോത്രം മതമേധാവിത്വത്തിൻ്റെ പ്രവൃത്തിയാണ് ഇരുണ്ട കാലത്തെ നിറച്ചത്. AD 1400 മുതൽ ഏതാണ്ട് AD 400 മുതൽ ഏതാണ്ട് AD 1200 വരെയുള്ള കാലം ഇരുണ്ട യുഗമാണ്. ആ ഇരുണ്ട യുഗത്തിൽ എല്ലാ മാനുഷിക മൂല്യങ്ങളും ചവിട്ടി മെതിക്കപ്പെട്ടു. എല്ലാം അധാർമികതയായി, എല്ലാം ദോഷവും നാശവും മാത്രമായി. ആ കാലഘട്ടം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനുണ്ടായ അവസ്ഥ മാറ്റം എന്താണെന്നറിയാമോ? എല്ലാവരും മതങ്ങളെ വെറുത്തു, എല്ലാവരും ബൈബിളിനെ വെറുത്തു, എല്ലാവരും ബൈബിളിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു, എല്ലാവരും പുരോഹിതന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു, എല്ലാവരും പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. ആ ഇരുണ്ട കാലഘട്ടത്തിൽ സംഭവിച്ചത് ദൈവം ഒരു മഹാദുഷ്ടനാണെന്ന ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാക്കി. അന്നത്തെ മതമേധാവിത്വത്തിന്റെ ഇരുട്ടിന്റെ പ്രവർത്തികളിലൂടെ സംഭവിച്ചത് അതാ. പ്രൈസ് ദി ലോർഡ്. ഡെമസ്യൂസിന്റെ കാലം മുതൽ ആരംഭിക്കുന്ന ഗ്രേഷ്യൻ ചക്രവർത്തി അഴിച്ചുവെച്ച പഴയ ബാബിലോണിയൻ കുപ്പായങ്ങളുടെയും തൊപ്പികളുടെയും വടികളുടെയും അവകാശം ഏറ്റുവാങ്ങിയ ഡെമസ്യൂസ് മതമേധ ലക്ഷ്യത്തിൽ ആയ നിമിഷം മുതൽ ഇരുട്ട് കയറി വ്യാപരിച്ചു തുടങ്ങിയത് ഒരു സാത്താന്റെ പദ്ധതിയായിരുന്നു. എല്ലാവരും ദൈവത്തെ വെറുക്കണം, എല്ലാവരും ദൈവവചനത്തെ വെറുക്കണം, എല്ലാവരും ആത്മീകതയെ വെറുക്കണം, എല്ലാവരും ആത്മീക ഭാവിയെ വെറുക്കണം. എന്നിട്ട് എല്ലാവരും മനുഷ്യർ മാത്രമായി ജീവിക്കണം, ജഡമനുഷ്യർ മാത്രമായി ജീവിക്കണം. അങ്ങനെ മനുഷ്യനെ ഇരുട്ടിന്റെ കയറുകൾ കൊണ്ട് വരിഞ്ഞു കെട്ടി അമർത്തി വെച്ചെടുത്ത് നിന്നാണ്
ആ കെട്ട് പൊട്ടിച്ചാണ് നവോത്ഥാനമുണ്ടായത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പരതിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് പുരാതന ഗ്രീക്കിൻ്റെ സംസ്കാരവും ആശയങ്ങളും തത്വശാസ്ത്രങ്ങളും ചിന്തകളും കലാപരതയും എല്ലാം മടക്കി വരുത്തി മനുഷ്യ സമൂഹത്തെ സന്തോഷ സമൃദ്ധിയിൽ ആറാടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ എന്ന നിലയിലാണ്, ഒരാശയം എന്ന നിലയിലാണ് ഇത് കൊണ്ടുവരപ്പെട്ടത്. സ്തോത്രം. നമുക്കറിയാം, നവോത്ഥാന ചിന്തകന്മാരുടെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് 1789 ഫ്രഞ്ച് വിപ്ലവം വന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആചാര്യന്മാരാരാ? നവോത്ഥാനത്തിൻ്റെ ശില്പികൾ തന്നെയാ. അവരുടെ പ്രത്യേക പേരുകൾ എന്താ? വോൾട്ടയർ, മോണ്ടെസ്ക്യൂ, റൂസോ. അതിൽ വോൾട്ടയർ എന്താ പറഞ്ഞത്? 50 വർഷം കഴിയുമ്പോൾ ബൈബിൾ മ്യൂസിയത്തിൽ മാത്രമേ കാണൂ എന്ന് വോൾട്ടയർ പറഞ്ഞു. റൂസോ എന്താ പറഞ്ഞത്? നമുക്ക് സുഖിക്കണം, നമുക്ക് സന്തോഷിക്കണം. കണ്ടോ, ഹവ്വയുടെ പാപം പുനരാവർത്തിക്കുകയാണ് അതിൻ്റെ പൂർണ്ണതയിൽ. ഹവ്വ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും എന്ന് കണ്ട അതേ കാര്യമാണ് റൂസോ പറയുന്നത്. അതാണ് സാത്താൻ തലമുറകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ വളർത്തിയെടുത്തത്. അതാണ് സാത്താൻ തലമുറകളിലൂടെ മനുഷ്യ സമൂഹത്തിൽ വളർത്തിയെടുത്ത തത്വം, ചിന്ത എന്ന് പറയുന്നത്. കാണാൻ നല്ല ജീവിതം, തിന്മാൻ നല്ലത് എന്ന് പറഞ്ഞ റൂസോയുടെ വാക്കുകൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന സുഖം പരമാവധി അനുഭവിക്കണം, നമ്മുടെ മനസ്സുകൊണ്ട് അനുഭവിക്കാവുന്ന സുഖം പരമാവധി അനുഭവിക്കണം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് മനുഷ്യൻ മുമ്പോട്ട് പോകണം. അതിന് തടസ്സമായ ഒരു മതം വരാൻ അനുവദിക്കരുത്, അതിന് തടസ്സമായ ഒരു മതഗ്രന്ഥം വരാൻ അനുവദിക്കരുത്, അതിന് തടസ്സമായിട്ടൊരു ദൈവം വരാൻ അനുവദിക്കരുത്, അതിന് തടസ്സമായിട്ടൊരു ഭരണകൂടം വരാൻ അനുവദിക്കരുത്. കണ്ടോ, നൈറ്റ് ടെംപ്ലേഴ്സ് 1118 യെരുശലേമിൽ യൂറോപ്പിൽ നിന്ന് തീർത്ഥാടനത്തിന് വന്ന തീർത്ഥാടകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അർബൻ മാർപ്പാപ്പ പ്രത്യേകം അപ്പോയിന്റ് ചെയ്ത് ആക്കി വെച്ച നൈറ്റ് ടെംപ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു സമൂഹം, സ്തോത്രം, അവരാണ് ഇതിൻ്റെ തുടക്കക്കാർ. ആധുനിക കാലഘട്ടത്തിലെ അവരെന്താ ചെയ്തത്? യൂറോപ്പിലെ പള്ളികളിൽ നിന്നും മറ്റുമൊക്കെ കോടാനുകോടി കണക്കിന് പണം വാങ്ങി അവർ സമ്പന്നരായി യൂറോപ്പിൽ വലിയ ജന്മിഭോഗങ്ങൾ സമ്പാദിച്ചു. 200 വർഷം കഴിഞ്ഞപ്പോഴെന്താ സംഭവിച്ചെന്നറിയാമോ? യൂറോപ്പിലെ 9000 ഏറ്റവും സമ്പന്നരായ പ്രഭുക്കന്മാരായി അവർ മാറി. അവരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: എന്ത് വില കൊടുത്തും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, എന്ത് വില കൊടുത്തും രാജവംശങ്ങളെ അട്ടിമറിക്കുക, എന്ത് വില കൊടുത്തും മതങ്ങളെ അട്ടിമറിക്കുക. അങ്ങനെ മതങ്ങളില്ലാത്ത, ഭരണകൂടങ്ങളില്ലാത്ത, മനുഷ്യൻ മൃഗങ്ങളെ പോലെ യഥേഷ്ടം ജീവിക്കുന്ന ഒരു പുരാതന സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരിക, അതായിരുന്നു അവരുടെ പദ്ധതി. ആ പദ്ധതി വളർന്ന് 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 വലിയ സംവിധാനങ്ങളായി മാറി. ആ പദ്ധതി ഫ്രീമേസണിസമായി മാറി, ആ പദ്ധതി ഇലൂമിനാട്ടിയായി മാറി, ആ പദ്ധതി ലൂസിഫീരിയൻ ഫിലോസഫിയുടെ എല്ലാ ഭാഗവുമായി മാറി. ഒടുവിൽ വന്നപ്പോൾ അവർ എന്തായി തീർന്നെന്നറിയാമോ? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ തത്വം എടുത്തുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ തത്വം എന്ന് പറയുന്നത്? തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്, പലരും 4 പേജ് അസൈൻമെന്റ് എഴുതി തീർക്കുന്നു ബൈബിൾ കോളേജിൽ തിയോസഫിക്കൽ സൊസൈറ്റിയെ കുറിച്ച്. അതിനപ്പുറത്തുണ്ട് പാഠങ്ങൾ. തിയോസഫിക്കൽ സൊസൈറ്റി സനത് കുമാര അഥവാ ലൂസിഫർ എന്ന് പറയുന്ന സോളാർ ഗോഡിനെ കാണുന്നു. ഈ സൗരയൂഥത്തിന്റെ, ആ സൗരയൂഥത്തിന്റെ ദൈവമായ സോളാർ ഗോഡ്, അവന് കീഴിൽ 7 കുമാരന്മാരുണ്ട്. ആ സോളാർ ഗോഡ് ഭൂമിയിൽ വന്ന് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ തിയോസഫിക്കൽ സൊസൈറ്റി അർക്കൻ സ്കൂളുകൾ എന്ന് പറയുന്ന സ്കൂളുകൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇടപെട്ടുകൊണ്ട്, നമ്മുടെ കലാസ്വാദനത്തിൽ ഇടപെട്ടുകൊണ്ട്, നമ്മുടെ താത്വിക വിചിന്തനങ്ങളിലും നമ്മുടെ ആരാധനകളിൽ പോലും ഇടപെട്ടുകൊണ്ട് ഫ്രീമേസണിസത്തിന്റെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുകയാ. എന്താ ഫ്രീമേസണിസം? അവർ ത്രികോണാകൃതിയിലുള്ള വെളിച്ചം വിഭാവനം ചെയ്തുകൊണ്ട് ധ്യാനിക്കുകയാ. ലൂസിഫറെ അവിടുന്ന് വന്ന് ഭരണമേറ്റെടുക്കുക. പക്ഷെ അവർ ലൂസിഫറെ വരിക എന്നല്ല പറയുന്നത്, യേശു ക്രിസ്തുവേ വരിക എന്നാ പറയുന്നത്. പക്ഷെ അവരുദ്ദേശിക്കുന്ന ക്രിസ്തു ലൂസിഫർ ആണെന്നറിയണമെങ്കിൽ അതിൻ്റെ അകത്തെ വൃത്തത്തിൽ ചെല്ലണം. അമേരിക്കയിലെ ഒരു വലിയ ശതമാനം, 60%-ലധികം വൻകിട സഭകൾ മുഴുവൻ ഫ്രീമേസണിസത്തിന്റെ ആരാധനയുടെ പിടിയില്ല. അവർ യേശു ക്രിസ്തുവിന്റെ മണവാട്ടയെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മടങ്ങി വരവിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതിന് വേണ്ടി, ലൂസിഫർ വരുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുന്നത്. അവർ നവോത്ഥാനത്തിന്റെ 2 പ്രതലങ്ങളെ ഞാൻ പറയാം. സ്തോത്രം. ഒന്ന് എത്തീസം, പ്രൈസ് ദി ലോർഡ്.
ഒന്ന് എത്തീസം. എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവമില്ല. 2 ഹ്യൂമനിസം. ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് നടന്ന ഇലക്ഷനിൽ ഫാദർ പോൾ തേലക്കാട്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞത് മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്താങ്ങാൻ താല്പര്യപ്പെടുന്നു, കാരണം അവർക്ക് ഹ്യൂമനിസം ഉണ്ട്. ഹ്യൂമനിസം എന്നതിനർത്ഥം മനുഷ്യത്വം എന്നാണ്. എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ തെറ്റിപ്പോയി. ഹ്യൂമനിസം എന്നത് 100 കണക്കിന് വർഷങ്ങളായി പ്രചാരത്തിലിരിക്കുന്ന ഒരു തത്വമാണ്. എന്താണ് ഹ്യൂമനിസം എന്നറിയാമോ? മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. മനുഷ്യന് വേണ്ടി ഉള്ളതാണ് എല്ലാം. മനുഷ്യനപ്പുറത്തൊരു ദൈവമില്ല. അതാണ് ഹ്യൂമനിസം. ഈ പ്രപഞ്ചമുണ്ടായത് മനുഷ്യന് വേണ്ടിയാണ്. ശാസ്ത്രജ്ഞന്മാർ സ്തോത്രം വാനഗോളങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും ഒടുവിൽ കണ്ടുപിടിച്ചത്, അവരുടെ ചോദ്യം പ്രപഞ്ചം എന്തിനു വേണ്ടിയാണെന്നാണ്. അവരുടെ ചോദ്യത്തിന് ഉത്തരം അവർ കണ്ടുപിടിച്ചു, പ്രപഞ്ചം മനുഷ്യന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയല്ല, ദൂതന്മാർക്ക് വേണ്ടിയല്ല, ദേവന്മാർക്ക് വേണ്ടിയല്ല. ഇതെല്ലാം മനുഷ്യന് വേണ്ടി മാത്രമാണ്. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യ കേന്ദ്രീകൃതമല്ല, ദൈവ കേന്ദ്രീകൃതമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. എല്ലാം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്, എല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. പാട്ട് കേട്ടിട്ടില്ലേ പണ്ടത്തെ? ഞാനും എനിക്കുള്ളതുമെല്ലാം എന്നേശുവിനല്ലോ, എന്നനുദിന ജീവിത പോരിൽ ഏറ്റവും നൽസഖിതാൻ, ഏറ്റവും നൽസഖിതാൻ. എന്നാലംബം യേശുവിലത്രേ, എന്നാശ തനത്രേ, എന്നനുദിന ജീവിത പോരിൽ ഏറ്റവും നൽസഖിതാൻ, ഏറ്റവും നൽസഖിതാൻ. കേട്ടിട്ടില്ല? താണുപോ മാനുഷ കൈകൾ മറഞ്ഞിടും എല്ലാ മുഖങ്ങളും, എങ്കിലോ എൻ പ്രിയൻ കൂട്ടായി വന്നിടും. ആരെ ഞാൻ ഭയപ്പെടും പാരിൽ, എന്നായുസിന്നാളിൽ, എന്നനുദിന ജീവിത പോരിൽ ഏറ്റവും നൽസഖിതാൻ, ഏറ്റവും നൽസഖിതാൻ. സ്വന്തം പോ സ്നേഹിച്ചോരെല്ലാം നൊമ്പരം തന്നു പിന്മാറും. സ്വന്തം പോ സ്നേഹിച്ചോരെല്ലാം നൊമ്പരം തന്നു പിന്മാറും. എങ്കിലോ എൻ പ്രിയൻ കൂട്ടായി വന്നിടും, എങ്കിലോ എൻ പ്രിയൻ കൂട്ടായി വന്നിടും. ആരെ ഞാൻ ഭയപ്പെടും പാരിൽ, എന്നായുസിന്നാളിൽ, എന്നനുദിന ജീവിത പോരിൽ ഏറ്റവും നൽസഖിതാൻ, ഏറ്റവും നൽസഖിതാൻ. കണ്ടോ? ഹ്യൂമനിസം. എന്തിനാ പഠിക്കുന്നേ? നല്ല ജോലി മേടിക്കാൻ. എന്തിനാ നല്ല ജോലി മേടിക്കുന്നത്? നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിക്കാൻ, നല്ല വീടുണ്ടാക്കാൻ, മക്കളെ നല്ല കാശ് മുടക്കി പഠിപ്പിക്കാൻ, അവർക്ക് നല്ല ജോലി കിട്ടാൻ, പിന്നെയും നല്ല ഭക്ഷണം കഴിക്കാൻ. ഈ ഭൂമിയിലെ ആസ്വാദനങ്ങൾ മാത്രമാണ്. ഇത് റൂസോ സെറ്റ് ചെയ്ത തത്വമാണ്. അത് ഇലൂമിനാട്ടിയുടെ സ്ഥാപകനായ ആഡം വെയ്ഷാഫ്റ്റ്, സ്പാർട്ടക്കസ് വെയ്ഷാഫ്റ്റ് സെറ്റ് ചെയ്ത തത്വമാണ്. അത് ഫ്രീമേസണിസ്റ്റുകൾ മുഴുവൻ സെറ്റ് ചെയ്ത തത്വമാണ്. സഭയ്ക്കകത്ത് ഇന്ന് ഈ ഫ്രീമേസണിസം ശക്തമാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങൾക്കകത്താണ് അവർ കൂടുവച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 1 വാക്യം അല്ലേ? അവിടെ ആ വാക്യം ലൂസിഫീരിയൻ ഫിലോസഫേഴ്സ്
സഭയ്ക്കകത്ത് കയറി നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അതേ വാക്യം ദൈവത്തിൻ്റെ ജനം ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം ഉപയോഗിക്കുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താശിക്കണം എന്ന ചോദ്യം അവിടെ വരണം. എന്ത് ആശിച്ചു അബ്രഹാം? ഇസഹാക്ക് എന്ന ഏകനായിട്ടല്ല, ക്രിസ്തു എന്ന ഏകന് വേണ്ടി ആശയോടെ കാത്തിരുന്നു. ആശ സ്വന്തം ശരീരം അറുത്ത് കഷ്ണങ്ങളാൽ താഴെയിടുമ്പോഴും പ്രൈസ് ദി ലോർഡ്, നീ ഇനി ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളകയെന്ന് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോഴും സ്തോത്രം, ഇയ്യോബ് പറഞ്ഞു, ഞാൻ എന്നെ കൊന്നാലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഒരു നാൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കുന്നത് ഞാൻ കാണും. കാത്തിരിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? ഹാനോക്കാരെയാ കാത്തിരുന്നത്? നോഹ ആർക്കായിട്ടാ കാത്തിരുന്നത്? ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ദാവീദ് ആരെയാ കാത്തിരുന്നത്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 27:4 ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം മാത്രം ദൈവത്തോട് അപേക്ഷിക്കുന്നു, അത് തന്നെ ആഗ്രഹിക്കുന്നു, അവന്റെ തിരുമുഖം കാണുവാൻ, അവന്റെ മനോഹരത്വം കാണുവാൻ, അവന്റെ ആലയത്തിൽ ദീർഘകാലം വസിപ്പാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ കാണാനും അവനെ കാണാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആശ അതാ. എന്നാൽ ന്യൂ ഏജ് ഫിലോസഫേഴ്സ്, ലൂസിഫീരിയൻസ് ഫിലോസഫേഴ്സ് സഭയ്ക്കകത്ത് വന്നു. നല്ല കൺവെൻഷൻ പ്രസംഗകരുടെ രൂപത്തിൽ സഭയ്ക്കകത്ത് വന്നു, നല്ല പ്രവാചകന്മാരുടെ രൂപത്തിൽ സഭയ്ക്കകത്ത് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആശിക്കുക. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ ആഗ്രഹിക്കേ, മനസ്സിൽ കാണത്. ബുദ്ധമതക്കാർ, കൊറിയയിലെ ബുദ്ധമതക്കാരുടെ പ്രൈസ് ദി ലോർഡ് 4-ാം മണ്ഡലമെന്ന കാഴ്ചയുടെ ആ ഭാവം ഇതിനകത്തു വന്നു. എന്നിട്ട് ഭൂമിയെ സങ്കല്പിക്കാൻ തുടങ്ങി, നല്ല ബംഗ്ലാവ് സങ്കല്പിക്കാൻ തുടങ്ങി, നല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ സങ്കല്പിക്കാൻ തുടങ്ങി, നല്ല കാർ ഇങ്ങനെ ഓടി വരുന്നത്, ഞാനത് ഡ്രൈവ് ചെയ്യുന്നത് കാണാൻ തുടങ്ങി, നല്ല സ്റ്റാർ ഹോട്ടൽ ഞാൻ ഉണ്ടാക്കുന്നത് കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടോണ്ട് ആരാധിച്ചു. പറഞ്ഞ മനസ്സിലായോ? പല കൺവെൻഷനുകളിലെയും ആരാധന അങ്ങനായി മാറിക്കഴിഞ്ഞൊരു കാലം കൊണ്ട്, പല ഉപവാസ പ്രാർത്ഥനകളുടെയും ഉണർവ്യോഗങ്ങളുടെയും അകത്തെ ആരാധന ഈ കാഴ്ച മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് 4-ാം മണ്ഡലത്തിൽ കാണുക. ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. കാരണം ഇതൊന്നും ആരും തുറന്നു പറയാറില്ല. അത് ഫ്രീ മേസണിസത്തിൻ്റെ എഫക്റ്റാ. മനസ്സിലായോ? സഭയ്ക്കകത്ത് ഫ്രീ മേസണിസത്തിന്റെ എഫക്റ്റ്. അത് ഹ്യൂമനിസം. എനിക്കിഷ്ടമുള്ള വീട്, എനിക്കിഷ്ടമുള്ള കാറ്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം, എനിക്കിഷ്ടമുള്ള വിവാഹം, എനിക്കിഷ്ടമുള്ള വസ്ത്രം, എനിക്കിഷ്ടമുള്ള ജീവിതത്തിന്റെ ആഡംബരങ്ങൾ, കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, അതിനകത്താണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഇരുട്ടിനകത്താണ് കിടക്കുന്നത്, വെളിച്ചമില്ലാതെ കിടക്കുന്നത്. ഇന്ന് രാത്രി നിലവിളിക്കണം, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ കർത്താവേ. പിന്നെയും പിന്നെയും ആളുകൾ കയറി വരും, വലിയ ഉണർവയോഗങ്ങൾ നടത്തും, വലിയ വിരുന്നുവാഴികൾ കയറി വരും, വലിയ പരിപാടികൾ നടത്തും, ഭൗതികമായി പലതും കാണാൻ പ്രേരിപ്പിക്കും. അങ്ങനെയല്ല കാണേണ്ടത്. കാൽവരിയിൽ അതിന്റെ ഗിരിതടങ്ങളിൽ 2 കള്ളന്മാരുടെ നടുവിൽ രക്താഭിഷിക്തനായി കിടന്ന ദൈവകുമാരന്റെ തകർക്കപ്പെട്ട ശരീരം മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ രാജാവായി വരുന്ന നിമിഷങ്ങളെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് അവനെ മാത്രം കണ്ടുകൊണ്ട് ഹൃദയത്തിൽ, ശരീരത്തിൽ ആരാധന വരുമ്പോഴാണ് അത് ആത്മാവിന്റെ ആരാധന. അല്ലാത്തത് അന്യാഗ്നിയാണ്. അന്യാഗ്നി പല സഭകളിലും കത്തുന്നത് അന്യാഗ്നിയ, പല സ്റ്റേജുകളിലും ജ്വലിപ്പിക്കുന്നത് അന്യാഗ്നിയ. അതിന് നമ്മൾ കാശെത്ര വേണേലും മുടക്കും. പ്രൈസ് ദി ലോർഡ്. ചില ആമേനൊക്കെ അവിടുന്ന് വന്നത് ഈ സൈഡിൽ നിന്നാണ്. അതിന് നമ്മൾ എന്തും മുടക്കും. ചിലരൊക്കെയാണെങ്കിൽ ആഭരണങ്ങളൊക്കെ വാരി കൊടുക്കുന്നത് സ്വോത്രാജിക്ക് വരും. പിള്ളേരെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ കൊടുത്തേക്കാം. ഒരുത്തൻ്റെ ഭാര്യ 1 പവൻ്റെ മാല ഇട്ടു. വീട്ടിൽ ചെന്ന് ഭർത്താവ് കള്ളുകൂടിയാനായിരുന്നു. അവന് അത്രയ്ക്ക് അങ്ങോട്ട് വിരുന്ന് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നില്ല. ഭർത്താവ് ചോദിച്ചു, എന്തിയടി നിൻ്റെ മാല?
അത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്വത്രാഴ്ച എടുത്തു, ആഭരണമായിട്ടാണ് എടുത്ത്, കറൻസി ആയിട്ടല്ല. അപ്പോൾ ഇട്ടു കൊടുത്തു എന്ന് പറഞ്ഞു. ഉടനെ ഭർത്താവ് ഒരു 2 സ്മോളും കൂടെ അടിച്ചു നേരെ ചെന്നു വിരുന്ന് കൊടുക്കുന്നിടത്ത്. സ്വത്രം പറഞ്ഞു, എടോ എൻ്റെ ഭാര്യ ഒരു മാല ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു. കൊടുക്കുന്നത് ആ ബുദ്ധിന്ന് പുള്ളിക്ക് തോന്നി. ആ മാല എടുത്തു വെച്ച പാത്രം, ഒരുപാട് പേരുടെ മാല എടുത്തു വെച്ച പാത്രം അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. ഇതിലേതാ ബ്രദറിൻ്റെ ഭാര്യയുടെ മാല? പുള്ളി തപ്പി നോക്കുമ്പോൾ ഒരു 10 പവൻ്റെ മാല കിട്ടി. അതുകൊണ്ട് അവനങ്ങ് പോയി. പുള്ളിക്കാരന് നഷ്ടമില്ല, കാരണം നാളെയും വിരുന്നുണ്ട്, മാല വേറെ വരും. കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും. കാരണം എല്ലാവരും ഒരുപോലെ മോഹത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം മാത്രമാണ് ഏത് ഭക്തന്റെയും അകത്ത് എന്ന അവസ്ഥ വന്നിരിക്കുന്നു. കൃപാവരങ്ങൾ പഠിച്ചു നോക്കൂ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ആദ്യത്തെ 2 കൃപാവരങ്ങൾ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവുമാണ്. ആ 2 കൃപാവരങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ആ 2 കൃപാവരം കർത്താവിന്റെ മണവാട്ടി സഭയെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത മണവാട്ടിയായിട്ട് ഒരുക്കാനുള്ളതാ. കറയെന്താ, ചുളുക്കമെന്താ, വാട്ടമെന്താ, മാലിന്യമില്ലാത്തതെന്താന്ന് പഠിപ്പിക്കുന്ന ശുശ്രൂഷയാ. അത് കിട്ടണേ തലമുറകൾ അധ്വാനിച്ചാലേ കിട്ടത്തുള്ളൂ. മറിച്ച് തലേ കൈവച്ച് നിനക്ക് കണ്ണല്ലാത്ത എല്ലാം പൊന്നാകുമെന്ന് പറയാൻ പ്രത്യേകിച്ച് ശുശ്രൂഷ പോലും വേണ്ട. ഒന്ന് ഇളകാൻ പഠിച്ചാൽ മതി. ചില വാചകങ്ങൾ തയ്ച്ച് വായി വെച്ചാൽ മതി. അത്രക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ കാലത്ത്. അവൻ വരുന്നിടത്ത് ആളുകൾ തടിച്ചുകൂടും. അവന് വലിയ കവറിൽ പോക്കറ്റിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും. നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ലേ? പക്ഷേ വല്ലതും കൊടുക്കണ്ടായോ? പിന്നെ വല്ലതുമോ കാര്യമായിട്ട്? അവൻ 3 കോടിയുടെ ബംഗ്ലാവ് വെച്ചു, അവൻ 1.25 കോടിയുടെ കാറ് മേടിച്ചു. അടുത്ത മീറ്റിങ്ങിന് അവൻ പോയി ഇതാ പരിപാടി. ഇരുട്ടാണ് വാഴുന്നത്. ഹ്യൂമനിസം മനുഷ്യൻ കേന്ദ്രമായിരിക്കുന്നു. എനിക്ക് തിന്നാൻ കൊള്ളാവുന്നത്, എനിക്ക് കാണാൻ കൊള്ളാവുന്നത്, എനിക്ക് ഭൗതികമായി രസിക്കുന്നത്, എനിക്ക് ഭൗതികമായി സുഖിക്കുന്നത്, ഇത് സാത്താന്റെ ചരക്കാണ്, ആശ. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ വിശ്വാസം എന്നത് ക്രിസ്തുവിനെ ആശിക്കുക എന്നതാണ്. വേഗം വരുന്നവനായ കർത്താവിനെ ആഗ്രഹിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആശ ഒന്ന് മാത്രമേ, നിന്നെ കാണുവാൻ വിൻ തേജസ്സിൽ. ഹ്യൂമനിസം എന്ന അടിത്തറയിലാണ് നമ്മുടെ വിദ്യാഭ്യാസവും മതവും എല്ലാം കിടക്കുന്നത്. ഇരുട്ടിനകത്താണ് കിടക്കുന്നത്. മറിച്ചൊരാളും ചിന്തിക്കുന്നില്ല, പറയുന്നത് കേട്ട് ജീവിച്ചു പോകുന്നു. മറ്റൊന്ന് പ്രൈസ് ദി ലോർഡ് എത്തീസമാണ്. എത്തീസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നവോത്ഥാനത്തിൻ്റെ പ്രോഡക്റ്റാണ് എത്തീസം. എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 5ാം ക്ലാസ് മുതലുള്ള നമ്മുടെ വിദ്യാഭ്യാസ പരിപാടി ദൈവത്തെ പരിപൂർണമായി മാറ്റിവെച്ച് എത്തീസം, ദൈവമില്ല എന്നൊരടിത്തറയാണ് നമുക്കൊക്കെ വിദ്യാഭ്യാസം ഇട്ട് തന്നിരിക്കുന്നത്, നവോത്ഥാന വിദ്യാഭ്യാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരും സാഹിത്യ നായകന്മാരൊക്കെ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി വായിച്ചിട്ടില്ലേ? അതിനെന്തുമാത്രം പുരസ്കാരങ്ങൾ ലഭിച്ചു. എന്താ കാര്യം? അഹം ബ്രഹ്മാസ്മി എന്ന് അത് പറയുന്നു, തത്വമസി എന്ന് പറയുന്നു. നീ തന്നെയാണ് ദൈവം. അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ വേറൊരു ദൈവമില്ല, നീ തന്നെയാണ് ദൈവം. സ്പിനോസ പറഞ്ഞതുപോലെ വേറൊരു ദൈവമില്ല, മനസ്സ് തന്നെയാണ് ദൈവം. അഹം ബ്രഹ്മാസ്മി. പാന്തയിസം, പാനന്തിയിസം എല്ലാം ദൈവമാണ്. പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ ദൈവമാണ്. അത് ഞാനുമാകാം, നീയുമാകാം. കണ്ടോ ഇരുട്ട്? യഥാർത്ഥ ദൈവത്തെ, സൃഷ്ടിസ്ഥിതി സംഹാരകനായ ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള വെളിച്ചം ഇരുട്ടിന്റെ കാർമേക പടലം കൊണ്ട് മറച്ചു വെച്ചിട്ടുള്ള ഈ കാലത്ത് അതിന്റെ കൂടെയാണ് ആത്മീക ഗൗരവം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മടങ്ങി വരിക തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പൊ ഈ വേദപുസ്തകം എല്ലാവരും കളിയാക്കുന്ന പുസ്തകമാണ്. ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. നാളെ അല്പം കൂടെ നേരത്തെ പ്രസംഗം തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കുറച്ചുകൂടെ നേരത്തെയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നാളെ കുറച്ചുകൂടെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനം വരണം. കുറച്ചുകൂടെയൊക്കെ ഒരു അപഗ്രഥന ശേഷിയോടുകൂടെ വരണം. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വേദപുസ്തകത്തെ ലോകം തള്ളിക്കളഞ്ഞിരിക്കുന്നു. വേദപുസ്തക പ്രവചനത്തിന് ലോകം ഒരു വിലയും കൊടുക്കുന്നില്ല. ലോകത്തിൽ നമ്മൾ യൂട്യൂബ് നോക്കിയാൽ, ഫേസ്ബുക്ക് നോക്കിയാൽ ലോകം ഉയർത്തി കാണിക്കുന്ന 2-3 പ്രവാചകന്മാരാണ്.
ആരൊക്കെയാ? ബാബ വാങ്കെ, മറ്റൊരാൾ നോസ്ട്രദാമസ്, ക്രൈസ്തലോ, പിന്നെ വേറൊരു സ്ത്രീയുണ്ട്. ഇങ്ങനെ ഒരു 2-3 പ്രവാചകരിൽ ലോകം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാരണം എന്താ? അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നടന്നിട്ടുണ്ട്. ജീൻ ഡിക്സൺ പറഞ്ഞ പല കാര്യവും നടന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് ജീൻ ഡിക്സൺ പറഞ്ഞു, അതങ്ങനെ തന്നെ നടന്നു. റോമിലെ ഒരു രാജാവിൻ്റെ മരണത്തെക്കുറിച്ച് നോസ്ട്രദാമസ് പറഞ്ഞു, അതങ്ങനെ തന്നെ നടന്നു. ബാബ വാങ്കെ ചില കാര്യങ്ങൾ പറഞ്ഞു, അതങ്ങനെ തന്നെ നടന്നു. അപ്പം അവർ പറഞ്ഞ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നതുകൊണ്ട് നോസ്ട്രദാമസ് പറഞ്ഞ എല്ലാ കാര്യവും നടന്നുമില്ല. അവർ പറഞ്ഞ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നതുകൊണ്ട് ലോകം അവരെ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ പ്രവചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. ഇതാളുകൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ? ഇത് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല. ഇതൊന്ന് എടുത്തു പറയണ്ടേ? ഇതെടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ അനങ്ങാതിരിക്കും. എന്നാൽ ഞാൻ 2 കൈയും തുടങ്ങി 2 കൈയും ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ദൈവസഭയിലേക്ക് വരാൻ പോകുന്നു എന്നിങ്ങനെ ചിലച്ചോണ്ടിരുന്നാൽ ഭയങ്കര ഊർജ്ജമായിരിക്കും. 3 മണിക്കൂർ അങ്ങനെ ചിലയും കഴിഞ്ഞ് ഞാൻ പോകുമ്പം എൻ്റെ പോക്കറ്റിലൊരു വലിയ കവറും കിടക്കും. ആൾക്കാർ മുഴുവൻ വിഡ്ഢികൾ പോകും. പക്ഷെ കുറേ പേര് പറയും, എന്നാ ശുശ്രൂഷയായിരുന്നു അല്ലേ, കൈ കണ്ടോ ഇപ്പോഴും രോമാഞ്ചം മാറിയിട്ടില്ലെന്ന്. 2-3 പ്രവചനം പെട്ടെന്നൊന്ന് എത്തി നോക്കിച്ച് ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കുക. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പെട്ടെന്ന് ഒന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. എന്നെ ബൈബിളിലേക്ക് തിരിച്ചുവിട്ട പ്രവചനം അതാ.